ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആത്മീയ ഉണർവിൻ്റെ ഈ മണിക്കൂറിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മണിക്കൂറിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരിലും വലിയ ആത്മീയ ജ്വലനം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അഭിഷേകവും ആത്മീയ ഉണർവും നമുക്ക് ലഭിക്കും. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. ദൈവത്തിൻ്റെ ആത്മാവെ, ഈ മണിക്കൂറിൽ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുദിന ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ തക്ക കരുത്തും ബലവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്ക് നടുവിൽ ഹൃദയത്തിൽ സ്വീകരിച്ച അമ്മേ, ഞങ്ങൾക്കെന്നും തുണയായി കൂടെ ഉണ്ടാവണമേ. ആമീൻ. മിശിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന വലിയ ഒരു കൃപയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. യേശയ്യായുടെ പുസ്തകം 50-ാം അധ്യായം 2-ാം തിരുവചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ, അഥവാ മോചിപ്പിക്കുവാൻ എനിക്ക് ശക്തിയില്ലേ? യേശയ്യാ പ്രവാചകനിലൂടെ എന്നോടും നിന്നോടും ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നൊരു ചോദ്യമാണ്. രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ, അഥവാ മോചിപ്പിക്കുവാൻ എനിക്ക് ശക്തിയില്ലേ? ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയോ? ദൈവത്തിന് നമ്മളെ രക്ഷിക്കാനാവാത്ത വിധം അവിടത്തേക്ക് ശക്തി കുറഞ്ഞു പോയോ? പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കും, ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന് നമ്മളെ മോചിപ്പിക്കുവാൻ കഴിവുണ്ട്, കൃപയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ നിമിഷങ്ങളിൽ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ആർക്കാണ് പ്രശ്നങ്ങൾ ഇല്ലാത്തത്? പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു LKG പഠിക്കുന്ന കുട്ടി ധ്യാനത്തിൻ്റെ ഇടവേള സമയത്ത് മമ്മിയോടൊപ്പം വന്നിട്ട് പറഞ്ഞു, ഫാദറെ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, LKG പഠിക്കുന്ന കുട്ടിക്ക് എന്തിനാണ് പ്രാർത്ഥന? എന്താ പറ്റിയേ? അപ്പോൾ അവൻ്റെ മമ്മി എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, അടുത്ത ആഴ്ച എക്സാമാണ്, ടെൻഷനാണെന്നാണ് പറഞ്ഞത്. ആർക്കാണ്? LKG പഠിക്കുന്ന കുട്ടിക്ക് ടെൻഷൻ. പ്രിയപ്പെട്ടവരെ, ഒരു LKG പഠിക്കുന്ന കുട്ടിക്ക് അത്രമാത്രം സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയം വചനം കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ നാളുകളിൽ ധ്യാനത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ പ്രശ്നങ്ങളെല്ലാം എനിക്കൊന്ന് പങ്കുവയ്ക്കണം, ആരോടെങ്കിലും എനിക്ക് തുറന്നു പറയണം. എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ ഞാൻ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ഞാൻ പറഞ്ഞു, നീ ഇരിക്ക്, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം പറയേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ അവൻ്റെ മുമ്പിലിരുന്നു. അവൻ പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പറയാൻ തുടങ്ങിയപ്പോൾ അവൻ എന്താണ് പറയേണ്ടതെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിച്ചു, എടാ, നീ പറയുന്നതിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഫാദറെ, എനിക്കെവിടെ നിന്ന് തുടങ്ങണമെന്നറിയാൻ പാടില്ല, കാരണം എൻ്റെ ജീവിതം മുഴുവൻ പ്രശ്നങ്ങളാണെന്ന്. മുഴുവൻ പ്രശ്നങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മളൊക്കെ
ഈ പ്രശ്നങ്ങളെ വേണ്ട വിധം കൈകാര്യം ചെയ്യാത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഒരു ചിലന്തിവല പോലെ നമ്മളെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ധ്യാനിക്കണം. പ്രശ്നങ്ങളെ വേണ്ട വിധം കൈകാര്യം ചെയ്യാത്തത് കൊണ്ട്, അതിനെ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടല്ലേ ആ പ്രശ്നങ്ങൾ നമ്മളെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകം വായിച്ചു. ഒരു മനഃശാസ്ത്രജ്ഞൻ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. എങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടേണ്ടത് എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട്. പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് പുസ്തകം വായിച്ചതും അത് നോക്കിയതും. അതിൽ ആ ഗ്രന്ഥകാരൻ 2 തരത്തിൽ പ്രശ്നങ്ങളെ നേരിടാം എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെയാണ്: നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ധൈര്യപൂർവ്വം നീ നേരിടുക. നിനക്കതിനുള്ള ശക്തിയുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെക്കുറിച്ചാണ്. പ്രശ്നത്തെ നേരിടാനുള്ള ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ശക്തി, വിൽ പവർ, അവൻ്റെ ധൈര്യത്തെക്കുറിച്ചൊക്കെ വളരെയധികം പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം. രണ്ടാമത് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം, നിനക്കൊരു പ്രശ്നത്തെ നേരിടാനുള്ള കരുത്തില്ല എങ്കിൽ നീ ആ പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുക. യു ജസ്റ്റ് ഫ്ലൈ അവേ ഫ്രം ദ പ്രോബ്ലം. പ്രിയപ്പെട്ടവരെ, 1 നീ യുദ്ധം ചെയ്യുക, 2 ഒഴിഞ്ഞു മാറുക. അതായത് അതിൽ നിന്ന് ദൂരേക്ക് പോവുക, നീ അതിൽ നിന്ന് എസ്കേപ്പ് ആവുക. ഈ 2 വഴികളാണ് ആ മനഃശാസ്ത്രജ്ഞൻ, വളരെ പ്രസിദ്ധനായിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ള തലക്കെട്ടിൽ എഴുതിയിരിക്കുക. ഞാനത് വായിച്ചു പോയപ്പോൾ എൻ്റെ മുമ്പിൽ 3ാമതൊരു ചോദ്യം വന്നു. ചില പ്രശ്നങ്ങളെ നമുക്ക് നേരിടാനുള്ള കരുത്തില്ല, എന്നാൽ അതേസമയം തന്നെ അത് ഇട്ടിട്ട് പോകാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതൊരു ജീവിതത്തിൻ്റെ റിയാലിറ്റിയാണ്. ചില പ്രശ്നങ്ങളെ നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല, യുദ്ധം ചെയ്യാനുള്ള കഴിവുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും? അതിനെക്കുറിച്ച് ആ പുസ്തകത്തിലൊന്നും എഴുതിയിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഭാര്യ, ഈ ഭാര്യയുടെ ഭർത്താവ് മദ്യപാനിയാണ്, കുടുംബം നോക്കാത്തവനാണ്. കല്യാണം കഴിഞ്ഞ് കുറേ നാളുകൾ ഇദ്ദേഹത്തിൻ്റെ ഈ അസ്വസ്ഥത മുഴുവൻ താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഈ സ്ത്രീ പലതവണ യുദ്ധം ചെയ്തു നോക്കി. പക്ഷേ ഒരു മാറ്റവും ഇല്ല. യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ചിന്തിച്ചു, ഇനി കുറേ നാൾ പെട്ടിയും തൂക്കി നേരെ വീട്ടിൽ പോയി നിൽക്കാം, സ്വന്തം വീട്. ഈ സ്ത്രീ അങ്ങനെ പെട്ടിയും തൂക്കി വീട്ടിൽ പോയി നിന്നു, ഭർത്താവിനെ ഉപേക്ഷിച്ചു കുറേ നാളത്തേക്ക്. പ്രിയപ്പെട്ടവരെ, പ്രശ്നം അവിടെയും കൊണ്ടും തീരുന്നില്ലല്ലോ. പിന്നീട് ഈ സ്ത്രീ എന്തു ചെയ്യണം എന്ന ഒരാലോചനയുമായി ധ്യാനകേന്ദ്രത്തിലാണ് വരുന്നത്. ഭർത്താവിനെതിരെ യുദ്ധം ചെയ്തു, പിന്നീട് ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് മാറി നിന്നു. പക്ഷേ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യം, ദൈവം കൂട്ടിയോജിപ്പിച്ച ഈ ജീവിത പങ്കാളിയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇതൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടും? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ ഈ പറഞ്ഞ മേഖല, അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ നേരിടാൻ പറ്റാത്തതും ഒഴിവാക്കാനാവാത്തതുമായ ചില കാര്യങ്ങൾ എങ്ങനെ നേരിടണമെന്ന് ആ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഇനി നമ്മൾ എന്തു ചെയ്യും? ഇത് ഞാൻ പറയുന്ന അവസരത്തിൽ ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും ചില മേഖലകളിൽ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. നേരിടാനുള്ള കരുത്തില്ല, ഒഴിവാക്കി ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല, എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയമം, ഒരു പ്രധാനപ്പെട്ട തത്വം നമ്മൾ അവിടെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു പുസ്തകവും നമുക്കിത് പറഞ്ഞു തരില്ല, പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. വളരെ പ്രത്യേകമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കും. വിശുദ്ധ ഗ്രന്ഥം, പ്രത്യേകിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം മുഴുവൻ ഈ വലിയ ഒരു ആത്മീയ തത്വം നമ്മളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. മോശയും ഇസ്രായേൽക്കാരും ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ഈ തത്വമാണ്. നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നീ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളതാണ് ആ പുസ്തകം പഠിപ്പിക്കുന്നത്. അതൊരു ജീവിതത്തിൻ്റെ തുറന്ന പാഠപുസ്തകമാണ്. അതിലെ ഓരോ വരികളും വായിച്ചു പോകുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം, അത് എനിക്കും നിനക്കുമുള്ള ഒരു ജീവിത തത്വപാഠമാണ്. എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ നേരിടേണ്ടത്?
മോശയും ഇസ്രായേൽക്കാരും. കാനാൻ ദേശത്തേക്കുള്ള അവരുടെ യാത്ര. പ്രിയപ്പെട്ടവരെ, യാത്ര മുമ്പോട്ട് നീങ്ങുമ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങളാണ്. മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. 14-ാം അധ്യായത്തിൽ മോശയും ഇസ്രായേൽക്കാരും മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ മാർഗം തടസ്സമായി നിൽക്കുന്ന ഒരു വലിയ കാര്യം എന്താണ്? അത് ചെങ്കടലാണ്. ഈ ചെങ്കടലിനെ എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക? ചെങ്കടലെന്ന് പറയുന്ന ആ കടലിൻ്റെ കരയിൽ മോശയും ഇസ്രായേൽക്കാരും അസ്വസ്ഥരായി നിൽക്കുകയാണ്. മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. കുത്തിയൊഴുകുന്ന തിരമാലകളെ ഭേദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ ചെങ്കടൽ കടന്നിട്ട് വേണം കാനാൻ ദേശത്തേക്ക് എത്താൻ. ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇസ്രായേൽ ജനതയിൽ ഒരു പറ്റം അവിടെ വെച്ച് മുറമുറുപ്പുണ്ടാക്കുന്നു, അസ്വസ്ഥപ്പെടുന്നുണ്ട്. എന്തിനാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? മോശയും ഇസ്രായേൽക്കാരും അസ്വസ്ഥരാകാൻ തുടങ്ങി. അപ്പോൾ കുറേ പേര് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ചു പോകാം, ഈജിപ്തിലേക്ക് പോകാം. അവിടെ പട്ടിണിയാണെങ്കിലും അടിമത്തമാണെങ്കിലും അതിനൊരു സുഖമുണ്ട്, അങ്ങോട്ട് തിരിച്ചു പോകാം. ഈ കടലിൽ കടന്ന് ചാകുന്നതിലും ഭേദമല്ലേ തിരിച്ചു പോകുന്നത്? അവരതാ തിരിച്ചു പോകാനായിട്ട് തിരിയുമ്പോൾ അവർ കാണുന്നൊരു കാഴ്ച, ഈജിപ്തിലെ ഫറവോയുടെ സൈന്യം ഇവരെ കൊല്ലാനിതാ പാഞ്ഞു വരുന്നു. ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്നൊക്കെ മലയാളത്തിലുള്ളൊരു ചൊല്ലുണ്ട്. അതിങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുക. ചെകുത്താൻ പുറകിൽ, മുമ്പിൽ കടൽ. എങ്ങോട്ട് പോകും? എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇനി മുമ്പോട്ട് പോകാനായിട്ടുള്ള വഴിയില്ല, പുറകോട്ട് പോകാനുള്ള വഴിയുമില്ല. ഇനി എന്താണ് ചെയ്യുക? ഞാൻ ആദ്യം പറഞ്ഞ ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടണം എന്നുള്ള പുസ്തകത്തിൻ്റെ അതിനുള്ളിൽ ഇതിനുള്ള ഉത്തരമില്ല. എന്നാൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10-ാം തിരുവചനം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ തിരുവചനമുണ്ട്. ഫറവോ സമീപിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി. വചനം അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുക. ഫറവോ സമീപിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി. ആരെയാണ് ഈ കണ്ണുകൾ ഉയർത്തി നോക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സൃഷ്ടാവിനെ സൃഷ്ടി നോക്കുന്നതാണത്. കണ്ണുകൾ ഉയർത്തി നോക്കി. അടുത്ത വചനം പറയുന്നു, തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നീ ചെയ്യേണ്ടത് ഒറ്റ കാര്യം. നിന്റെ പ്രശ്നത്തിൻ്റെ ഏതൊരവസ്ഥയിലാണോ അവിടെ നിൽക്കുക, മുകളിലേക്ക് നോക്കുക. പ്രശ്നങ്ങൾക്കുത്തരം മുകളിലുള്ളവൻ തരും. ഇസ്രായേൽ ജനം ചെയ്ത, അല്ലെങ്കിൽ ഇന്ന് ഇസ്രായേൽ ജനം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠവും അത് തന്നെയാണ്. നിന്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ നീ ആ പ്രശ്നത്തെ നേരിടാനുള്ള പടയൊരുക്കങ്ങൾ അവസാനിപ്പിക്കുക. മറിച്ച് നീ ചെയ്യേണ്ട പ്രവൃത്തി, ആ പ്രശ്നത്തിൻ്റെ നടുവിൽ സ്വർഗത്തിലേക്ക് നോക്കി കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഒരു വലിയ ബിസിനസ്സുകാരനെ അടുത്ത നാളുകൾ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, എൻ്റെ കൂടെ ബിസിനസ് ചെയ്ത വ്യക്തിയാണ് എന്നെ തകർത്തത്. ഞാനൊരു വലിയ പ്രതിസന്ധിയിലാണ്. എൻ്റെ കൂടെ ബിസിനസ് ചെയ്ത എൻ്റെ കൂടെ ഇരുന്നവൻ, അവനാണ് എന്നെ ചതിച്ചത്. അവനെ ഞാൻ ശരിയാക്കും. ഈ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ചതിച്ച മനുഷ്യനോടുള്ള പ്രതികാരം ഇരിഞ്ഞടങ്ങുകയാണ്. അസ്വസ്ഥനാണ്. എങ്ങനെ ആ ശത്രുവിനെ വകവരുത്താം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ചിന്ത. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ സഹോദരൻ്റെ കൂടെ നടന്ന് ചതിച്ചവനെക്കുറിച്ചുള്ള ചിന്തയിൽ എരിഞ്ഞടങ്ങി ജീവിതം കളയരുത്. മറിച്ച് സ്വർഗത്തിലുള്ള പിതാവ് വിളിച്ചു പ്രാർത്ഥിക്കുക. സഹോദരൻ്റെ കണ്ണുനീരിന് ഉത്തരം കിട്ടും. ദൈവം ഇടപെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം ഇടപെട്ടു. ആ വ്യക്തിയിൽ ദൈവം ഇടപെട്ടു. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തന്നെ തിരിച്ചു കൊടുത്ത വ്യക്തിക്ക്. ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത വഴികളിൽ ഏതെങ്കിലും പ്രശ്നങ്ങളിൽപ്പെട്ട് അസ്വസ്ഥരായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ നീ മുകളിലേക്ക് നോക്കുക. ഏതെല്ലാം പ്രശ്നത്തിൻ്റെ നടുവിലാണോ അസ്വസ്ഥപ്പെടേണ്ട, ഏതെല്ലാം അഗ്നിയുടെ നടുവിലാണെങ്കിലും നീ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുക. നിൻ്റെ ദൈവം നിനക്കുത്തരം നൽകും. ഉറപ്പ്. നിൻ്റെ ദൈവം നിനക്കുത്തരം നൽകും. ഒരുപക്ഷെ നിൻ്റെ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയില്ല. പക്ഷെ ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉത്തരവുണ്ട്.
ദൈവത്തിനുള്ള ഉത്തരം നിൻ്റെ ജീവിതത്തെ അനുഗ്രഹത്തിനുള്ള ഉത്തരമാണ്. അപ്പം അതുകൊണ്ട് നിൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കാനുള്ള ഒരു കൃപ സ്വീകരിക്കുക. അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഈ നിമിഷം ഒരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. ഈ പ്രശ്നങ്ങൾ വന്ന വഴികൾ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. പ്രശ്നങ്ങൾ വന്ന വഴികൾ ഒന്ന് തിരിച്ചറിഞ്ഞ് നോക്കുക. എവിടെ നിന്നാണ് ഇതൊക്കെ ആരംഭിച്ചത്? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ഭൗതിക പ്രശ്നങ്ങൾക്കും പിന്നിൽ ഒരു ആത്മീയ കാരണമുണ്ട് എന്നുള്ളതാണ്. ഭൗതിക പ്രശ്നങ്ങൾക്ക് നടുവിൽ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ആത്മീയ കാരണമുണ്ട്, ഒരു സ്പിരിച്വൽ റീസൺ ഉണ്ട്. ഈ ആത്മീയ കാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം എളുപ്പമാവും. അതുകൊണ്ടല്ലേ ധ്യാനകേന്ദ്രത്തിൽ കുമ്പസാരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. എങ്ങനെ സംഭവിക്കുന്നു? ദൈവം ഇടപെടുകയാണ്. ആത്മീയ കാരണം അത് പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെടാൻ തുടങ്ങും. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു സ്ത്രീ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി, 8 വർഷമായിട്ട് ആസ്മ രോഗി, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ധ്യാനത്തിന് വന്നു, കുമ്പസാരം കഴിഞ്ഞ അന്ന് ഈ സ്ത്രീക്ക് സൗഖ്യം കിട്ടി. സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഈ ആസ്മ രോഗം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല. പിന്നെ എന്താണ് ഈ സ്ത്രീ ചെയ്തത്? നല്ലൊരു കുമ്പസാരം നടത്തി കഴിഞ്ഞപ്പോൾ ശാരീരികമായിട്ട് ഈ സ്ത്രീക്കുണ്ടായിരുന്ന ഈ രോഗം ദൈവം എടുത്തു മാറ്റി. എന്താ ഇതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, എല്ലാ അസ്വസ്ഥതകളുടെയും പിന്നിൽ, എല്ലാ ഭൗതിക പ്രശ്നങ്ങളുടെയും പിന്നിൽ ഒരു ആത്മീയ കാരണം ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഈ ആത്മീയ കാരണം കണ്ടെത്തി പരിഹരിക്കുക, ബാക്കിയെല്ലാം ചേർക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊരു ആത്മീയ രഹസ്യമാണ്, ഇതൊരു മാജിക്കാണ്. രക്ഷപ്പെടാനായിട്ട് കർത്താവ് നമുക്ക് നൽകുന്ന ഒരു മാജിക്കാണ്. നിൻ്റെ ഏതൊരു പ്രശ്നമാണോ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ നീ ഒന്ന് ചിന്തിക്കുക, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ആത്മീയ കാരണമുണ്ടോ? കാരണം കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ ചികിത്സ എളുപ്പമാണ്. കാരണം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു മുറിവിൽ ഒരു കരടിരുന്ന് കഴിഞ്ഞാൽ ആ കരടിരിക്കുന്നിടത്തോളം കാലം ആ മുറിവ് പഴുക്കും, അത് അസ്വസ്ഥപ്പെടും, അത് നീര് വയ്ക്കും. ആ കരടെടുത്ത് കളയുന്നത് വരെ ഇതിങ്ങനെ അസ്വസ്ഥത കാണിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്താണ്? മിക്കവാറും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഒരു ആത്മീയ കരടിരിപ്പുണ്ട്. ആ കരടെടുത്ത് കളയുക, ബാക്കിയെല്ലാം എളുപ്പമാവും. ചിലപ്പോൾ വളരെയധികം വേദനാജനകമായിരിക്കും. ധ്യാനത്തിന് വന്ന ഒരു അതിലെ കുടുംബനാഥ വ്യക്തിപരമായിട്ട് കണ്ട് പ്രാർത്ഥിക്കാമെന്നപ്പോഴത്തേക്ക് പല കാര്യങ്ങളും പറഞ്ഞു, പല പ്രശ്നങ്ങളും പറഞ്ഞു, വീട്ടിലുണ്ടാവുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ. ഇതിനിടയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലൊരു തോന്നൽ തന്നി. ഈ സ്ത്രീയോട് ചോദിക്കുക, ഈ സ്ത്രീക്ക് ഒരു ഭർത്താവാണോ 2 ഭർത്താവാണോ ഉള്ളതെന്ന്. ചോദിക്കണോ വേണ്ടയോ എന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എങ്കിലും ഞാൻ ചോദിച്ചു, സഹോദരി, വേറെ ഏതെങ്കിലും പുരുഷന്മാരുമായിട്ട് സഹോദരിക്ക് ബന്ധമുണ്ടോ? ഇത് ചോദിച്ച അവസരത്തിൽ എന്നോട് ആ സ്ത്രീ ഇങ്ങനെ ചോദിച്ചു, അച്ഛനോട് ആരാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒന്ന് ചോദിക്കണമെന്ന് തോന്നി, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഈ സ്ത്രീ പറഞ്ഞു, ശരിയാണച്ചോ, നീണ്ട വർഷങ്ങളായിട്ട് എനിക്കൊരു വ്യക്തിയോട് സ്നേഹമാണ്, ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണ്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. സ്വന്തം ജീവിത പങ്കാളിയെ വഞ്ചിക്കുന്ന, സ്വന്തം ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്താതെ മറ്റൊരു വ്യക്തിയോട് സ്നേഹം കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീ. ഞാനപ്പോൾ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ഒരു പക്ഷേ ഈ ഒരു വഞ്ചന നിറഞ്ഞ ജീവിതം കൊണ്ടല്ലേ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇപ്പോൾ സഹോദരിയുടെ കുടുംബത്തിലുണ്ടാവുന്നത്. അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക. എന്നോട് ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ, 8-9 വർഷമായിട്ടുള്ള ബന്ധമാണ്, അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് പറിച്ചു കളയാൻ പറ്റത്തില്ല അച്ഛാ, ചങ്ക് പറഞ്ഞു പോകും. എന്നോട് ചങ്ക് പറഞ്ഞു പോകും. 8-9 വർഷമായിട്ടുള്ള ബന്ധമാണ്, ചങ്ക് പറഞ്ഞു പോകും, വേദനാജനകമാണ്. ആത്മീയ കാരണങ്ങൾ കണ്ടെത്തി അത് പറിച്ചു കളയുമ്പോൾ വേദനാജനകമാണ്. പക്ഷേ ചികിത്സ എളുപ്പമാകും. ഇല്ലെങ്കിൽ ചികിത്സ വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ചിലരൊക്കെ എത്ര ധ്യാനം കൂടിയിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും അസ്വസ്ഥപ്പെട്ട് കഴിയുക.
കാരണം വേദനാജനകമായ ചില മുറിവുകൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല, അഡ്ജസ്റ്റ്മെൻറ്റിനാണ് തയ്യാറാവുന്നത്. ആ സ്ത്രീ എന്നോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: അച്ഛാ, ആ വ്യക്തിയോടുള്ള ബന്ധം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ എന്താണ് തെറ്റ്? അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്: ആ ബന്ധം തുടരുന്നതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ കുടുംബം പ്രധാനപ്പെട്ടതാണ്. അച്ഛാ, ഞാൻ ആ വ്യക്തിയോട് മറ്റൊരു ബന്ധത്തിന് പോകത്തില്ല, ആ റിലേഷൻഷിപ്പ് തുടർന്നു കൊണ്ടുപോകുന്നതിൽ തെറ്റുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരേ സമയം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. അത് വേദനാജനകമാവും, അത് മുറിവിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ആത്മീയ കരടുകൾ അത് വർദ്ധിപ്പിക്കുക, ഒന്നിനു പകരം പല കരടുകൾ അവിടെ രൂപപ്പെടും. മുറിവിൻ്റെ ആഴം വർദ്ധിപ്പിക്കും, വേദന വർദ്ധിക്കും. എന്നാൽ ആത്മീയ കാരണങ്ങൾ കണ്ടെത്തി അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ വളരെ എളുപ്പമാവും. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിന്നോടും ഈ ഒരു മേഖലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ഭൗതിക പ്രശ്നങ്ങൾക്ക് പിന്നിൽ, അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തിക കടബാധ്യത ബുദ്ധിമുട്ട്, ശാരീരിക രോഗങ്ങളുടെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ അകൽച്ചകളുടെ ബുദ്ധിമുട്ട്, പല മേഖലകളിൽ അസ്വസ്ഥതകൾ ചെയ്തിട്ടൊന്നും പച്ച പിടിക്കുന്നില്ല. എന്താണ് ഇങ്ങനെ അസ്വസ്ഥത എന്നൊക്കെ ചിന്തിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഇപ്പോൾ ചിന്തിച്ചു കൊള്ളുക, ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ആത്മീയ കാരണമുണ്ടോ എന്ന് കണ്ടെത്തുക. ആത്മീയ കാരണമുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി നന്നായി ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നല്ലൊരു കുമ്പസാരം നടത്തുക. പരിശുദ്ധാത്മാവ് പിന്നീട് എല്ലാ കാര്യങ്ങളെയും ഏറ്റെടുക്കും. ദൈവത്തിൻ്റെ ആത്മാവ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജെറമിയ പ്രവചനം നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. 32-ാം അധ്യായം 27-ാം തിരുവചനം. ജെറമിയ പ്രവചനം 32:27. ഞാൻ സകല മർത്യരുടെയും കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഞാൻ സകല മർത്യരുടെയും കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട് എന്ന് വചനം ആവർത്തിച്ച് വെളിപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 18:19 വചനം നമ്മളെ പഠിപ്പിക്കുന്നു: വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. ഏതു കാര്യവും, ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. ജെറമിയ പ്രവാചകനോട് ചോദിച്ച ചോദ്യം: എനിക്ക് അസാധ്യമായിട്ട് വല്ലതുമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവ തൃക്കരങ്ങളിൽ നിന്ന് നമുക്ക് ജീവിതത്തെ പണിതുയർത്താം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിന്നോട് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം: നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, വീണ്ടും പണിതുയർത്തുക. ദൈവത്തിൻ്റെ വചനം നമുക്ക് ബലം നൽകുകയാണ്. നഷ്ടപ്പെട്ടു, വീണ്ടും പണിതുയർത്തുക. യോഹന്നാൻ്റെ സുവിശേഷം 10:10 നമ്മളെ പഠിപ്പിക്കുന്നു: തിന്മ ആത്മീയ മേഖലകളിൽ വന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ നശിപ്പിക്കും. കള്ളൻ വരുന്നത് എന്തിനാണ്? കൊല്ലാനാണ്, നശിപ്പിക്കാനാണ്, മോഷ്ടിക്കാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭൗതിക പ്രശ്നങ്ങൾക്ക് പിന്നിൽ ചില ആത്മീയ കാരണങ്ങളുണ്ട് എന്നുള്ള ഒരു വ്യവസ്ഥ. ആത്മീയ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചു കൊള്ളുക, അത് തിന്മയുടെ ഒരു പ്രവൃത്തിയാണ്. അവൻ പിന്നീട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. പലവിധ പ്രശ്നങ്ങളുണ്ടാവും. സമൂഹത്തിലോ കുടുംബത്തിലോ രോഗമേഖലകളോ സാമ്പത്തിക മേഖലകളോ മനസ്സിൻ്റെ അസ്വസ്ഥത, ഇതിനെല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവികമായ ഒരു ഉത്തരമുണ്ട്. ആ ദൈവികമായ ഉത്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മീയ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുക. ചികിത്സ എളുപ്പമാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക: നിൻ്റെ ജീവിത വഴികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവമേ, എൻ്റെ പ്രശ്നങ്ങൾ ഇതാ നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സ്വർഗത്തിലേക്ക് നോക്കാൻ ഇസ്രായേൽ ജനത, മോശ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കണ്ണുനീരോടെ നിലവിളിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കാൻ, എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് യെശയ്യാ പ്രവചനം ചോദിക്കുന്നു. 50-ാം അധ്യായം 2-ാം തിരുവചനം: രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ, അഥവാ മോചിപ്പിക്കുവാൻ എനിക്ക് ശക്തിയില്ലേ? രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ, മോചിപ്പിക്കുവാൻ എനിക്ക് ശക്തിയില്ലേ?
ചോദ്യം എന്നോടും നിന്നോടുമാണ്. ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് വിട്ടുകൊടുക്കാം. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക. ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. ആരാധിക്കുന്നു